നമസ്കാരം. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയെ തന്നെ വീണ്ടും നിർത്തിയിരിക്കുകയാണ് NDA. BJP അംഗമായ ഓം ബിർള തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ലോക്സഭയിലെ സ്പീക്കർ. രാജസ്ഥാനിലെ കോട്ടയിലെ MP കൂടെയാണ് ഓം ബിർള. അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് നേതാവും മാവേലിക്കര MPയുമായ കൊടിക്കുന്നിൽ സുരേഷും സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക ഇന്ന് നൽകിയതോടെ വലിയ രീതിയിലുള്ള മത്സരം തുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് കടുത്ത മത്സരം നടക്കുമെന്ന കാര്യം ഇതോടെ ഉറപ്പായിരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. നേരത്തെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം മത്സരിക്കില്ല എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു എന്നിവർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടത്തിയെങ്കിലും സമവായം ഉണ്ടായിരുന്നില്ല. ഏറ്റവും സീനിയറായ കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടേം സ്പീക്കർ ആക്കാത്തതിനെ ചൊല്ലി ഇന്ത്യ സഖ്യം പാനൽ അംഗങ്ങൾ ഇന്നലെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷാംഗങ്ങൾ ഭരണഘടനയുടെ ചെറു പതിപ്പുമായി പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് പ്രകടനമായിട്ടാണ് എത്തിയത്. 8 തവണ MP ആയ കൊടിക്കുന്നിൽ സുരേഷിനെ അവഗണിച്ചായിരുന്നു BJP നേതാവും 7 തവണ അംഗവുമായിട്ടുള്ള ഭർതൃഹരി മഹ്താബിനെ പ്രോടേം സ്പീക്കർ ആക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമെല്ലാം പ്രതിഷേധം ഉണ്ടായിരുന്നത്. എന്തായാലും ഇത്തവണ 18ാം ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് രാജ്യം. സഭയിൽ ഇന്ത്യ സഖ്യം ശക്തി തെളിയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് MP കൊടിക്കുന്നിൽ സുരേഷ് ഉള്ളതെന്നതാണ് പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ സമവായ ചർച്ചയിലൂടെയായിരുന്നു ഇതുവരെ ലോക്സഭാ സ്പീക്കറെ തെരഞ്ഞെടുത്തിരുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത് രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ചുമതലയിലെത്തിയ എല്ലാ നേതാക്കളെയും ലോക്സഭയിലെ സർവകക്ഷികളും ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുത്തിരുന്നത്. ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ ചർച്ച നടത്തിയതിനു ശേഷം സ്പീക്കറെ തീരുമാനിക്കാറാണ് പതിവ്. പരമ്പരാഗതമായ ആ രീതി പിന്തുടരുന്നതിന്റെ ഭാഗമായി NDA സഖ്യത്തിൽ നിന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവർ നേരിൽ കണ്ട് ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കറെ കോൺഗ്രസ് നിശ്ചയിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടി നേതൃത്വം അനാവശ്യ പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ ചർച്ച സമവായത്തിലെത്താതെ പോകുകയായിരുന്നു. ഉപാധികളോടെ സ്പീക്കറെ നിശ്ചയിക്കുന്നത് ശരിയല്ലെന്ന BJP നേതൃത്വം വ്യക്തമാക്കി. തൽഫലമാണ് ഭരണ പ്രതിപക്ഷ കക്ഷികൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. ജൂൺ 26-ന്, അതായത് നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇത് ചരിത്രം കുറിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും.